ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആദ്യമായി തന്നെ ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ബഡ്സ് ആക്ട് 2019 കുറിച്ചായിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ സെഷനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബഡ്സ് ആക്ട് 2019 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ കമ്പനികൾ വരും, ഏതൊക്കെ കമ്പനികൾ വരത്തില്ല, ഏതൊക്കെ കമ്പനികൾക്ക് എക്സംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബഡ്സ് ആക്ട് 2019 സുഖകരമായിട്ട് പോകുന്നതിന് വേണ്ടി കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെയും അതുപോലെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും പവേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അതോറിറ്റിയും കൂടെ ഉണ്ട്. ഈ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി അസിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിന് പുറമെ ഒരു അതോറിറ്റിയും കൂടെ ഉണ്ട്. ആ അതോറിറ്റി മറ്റാരും തന്നെയല്ല, ബഡ്സ് ആക്ടിനെ കുറിച്ച് വിധി പറയുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. ഓക്കെ, ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോടതിയെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതും ചാപ്റ്റർ 3 അതോറിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 3 ചാപ്റ്റർ 3 അത് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 8 അപ്പോൾ സെക്ഷൻ 8 പറയുന്നതെന്ന് പറഞ്ഞാൽ അതാത് സംസ്ഥാന സർക്കാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഇൻ ദാറ്റ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഹെൽപ്പോട് കൂടി അതാത് സംസ്ഥാനത്തിൽ ഒരു കോർട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോർട്ടിനെയോ അപ്പോയിൻറ്റ് ചെയ്യാം. ഏതാ? ബഡ്സ് ആക്ട് 2019 കുറിച്ച് വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി. പക്ഷേ ബഡ്സ് ആക്ട് 2019 ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ വിധി പ്രസ്താവിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജിയുടെ ഒരു റാങ്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ മിനിമം അഡീഷണൽ ഡിസ്ട്രിക്റ്റ് സെഷൻ ജഡ്ജ് ആയിരിക്കണം. അപ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജ് മുതലുള്ള മുകളിലോട്ടുള്ള റാങ്കിലുള്ള ജഡ്ജസിന് മാത്രമേ ബഡ്സ് ആക്ട് 2019 കുറിച്ച് വിധി പറയാനുള്ള പരമാധികാരം ബഡ്സ് ആക്ട് 2019 പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു കോടതിക്കും ഈ ഒരു പവർ ഇല്ല. ഈ ഡെസിഗ്നേറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കോടതികൾക്ക് മാത്രമേ ഇതുമായിട്ട് വിധി പറയാനുള്ള പവർ ഉള്ളൂ, അല്ലെങ്കിൽ പവേഴ്സ് കൊടുത്തിട്ടുള്ളൂ. വേറെ ഒരു കോർട്ടിനും ആ ഒരു പവറില്ല. അതുപോലെ തന്നെ ഈ ഒരു കോർട്ടിന്, ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന്, ബഡ്സ് ആക്ടിൻ്റെ വിധി പറയുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിന് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 പ്രകാരമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ആക്ട്സ് വേണമെങ്കിലും ഈ ബഡ്സ് ആക്ട് ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ ബഡ്സ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതിന് പുറമേ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് 1973 പ്രകാരമുള്ള ആക്ട് പ്രകാരമുള്ള ചാർജസും ഈ ബഡ്സ് ആക്ട് ആരോപിക്കപ്പെട്ട കമ്പനീസിന് മേൽ ചാർജ് ചെയ്യാം. അതാണ് ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് വരാനുള്ളത്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ സപ്പോസ് ബഡ്സ് ആക്ട് ആരോപിക്കപ്പെട്ട കമ്പനി എക്സ് ഓർ വൈ കമ്പനി. ഓക്കെ, അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കോമ്പിറ്റൻറ്റ് അതോറിറ്റിയോ അല്ലെങ്കിൽ കോമ്പിറ്റൻറ്റ് അതോറിറ്റി അസിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസോ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വൺസ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊവിഷണലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇനിഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഇനിഷ്യലി അവരുടെ പ്രോപ്പർട്ടീസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതുപോലെ ബാങ്ക് അക്കൗണ്ട്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? അത് പറയുന്നത് ബഡ്സ് ആക്ട് 2019 ചാപ്റ്റർ 5 റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 14 ഈ ചാപ്റ്റർ 5 സെക്ഷൻ 14 ഈ വൺസ് ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കോമ്പിറ്റൻറ്റ് അതോറിറ്റി ചെയ്യേണ്ടത്? അപ്പോൾ ഈ സെക്ഷൻ 14 ഇവിടെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ സെക്ഷൻ 14 ആദ്യം പരാമർശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണലി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയോ അല്ലെങ്കിൽ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയോ സഹായിക്കുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസോ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 14 ആദ്യം പറയുന്നത് കോമ്പിറ്റൻറ്റ് അതോറിറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് 30 days. അവിടെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി എന്ന പദം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സഞ്ജയ് കോൾ സാറാണ് ആ കോമ്പിറ്റൻറ്റ് അതോറിറ്റി. ആ കോമ്പിറ്റൻറ്റ് അതോറിറ്റി വിത്തിൻ 30 days 30 ദിവസം ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് ആ ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ്
ഫൈനലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. സപ്പോസ് കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക്, ഇവിടെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ആണ് ഡയറക്റ്റ്ലി കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ, വേറെ ആർക്കും അതിനുള്ള പവറില്ല. കോമ്പിറ്റൻ്റ് അതോറിറ്റി തന്നെ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് 30 ദിവസത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സാധിച്ചില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്തുകൊണ്ടാണ് അവർക്ക് ആ 30 ദിവസത്തിനകം സാധിച്ചില്ല എന്നുള്ള റീസൺ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട്, ഈ കോടതിയെ അറിയിക്കണം, റിട്ടേൺ ആയിട്ട് തന്നെ അറിയിക്കണം വിത്ത് വാലിഡ് റീസൺ. അപ്പോൾ കോടതിക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ വാലിഡ് റീസൺ ഉണ്ടെന്ന് കണ്ടാൽ വീണ്ടും കോടതിക്ക് ഒരു 30 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്ത നടപടിക്ക് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ വേണ്ടി ഒരു 30 ഡേയ്സ്, കാരണം അവർക്ക് എല്ലാ പ്രൂഫും കൂടെ കാണിക്കണം ഇപ്പോൾ അറ്റാച്ച് ചെയ്ത്. കാരണം ഇത് നമ്മൾ കോർട്ടിൽ വരുമ്പോൾ പ്രൂഫ് ഓഫ് എവിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു 30 ഡേയ്സും കൂടെ അവർക്ക് വേണമെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് റിട്ടേൺ ആയിട്ട് പ്രോപ്പർ റീസൺസ് ഉണ്ടെങ്കിൽ കോടതിയെ ബോധിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കോടതി ആ ഒരു ആപ്ലിക്കേഷനെ സ്വീകരിക്കാം. അങ്ങനെ വേണമെങ്കിൽ 30+30 മൊത്തത്തിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്കുള്ള ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 60 ഡേയ്സ് ആണ്. 30+30 എന്ന് പറയുമ്പോൾ 30 ആദ്യം ഉള്ള 30 ഡേയ്സും ഇൻ കേസ് 30 ഡേയ്സിനുള്ളിൽ അവർക്ക് സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സോളിഡ് റീസൺ, വാലിഡ് റീസൺ കാണിച്ചുകൊണ്ട് വീണ്ടും വേണമെങ്കിൽ കോടതിയുടെ ഡിസ്ക്രിപ്ഷനിൽ 30 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ഈ അറ്റാച്ച്മെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ 30 ഡേയ്സ് കഴിഞ്ഞ് 30+30 60 ഡേയ്സ് കഴിഞ്ഞ് ഫയൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ബഡ്സ് ആക്ടിൻ്റെ പ്രിവ്യൂവിൽ ഇൻവാലിഡ് ആണ്. കാരണം അങ്ങനെ ഒരു പ്രൊവിഷൻ ബഡ്സ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. 60 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ വേണ്ടി ബഡ്സ് ആക്ടിൽ ഒരിടത്തും പ്രൊവിഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതാണ് ഈ പ്രൊവിഷണലി അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടീസിൻ്റെ പുറത്തു അല്ലെങ്കിൽ പ്രൊവിഷണലി അറ്റാച്ച് ചെയ്ത അക്കൗണ്ട്സിൽ, ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അക്കൗണ്ട്സിൽ അത് അറ്റാച്ച് ചെയ്യാനുള്ള ടൈം ഫ്രെയിം, അറ്റാച്ച് ചെയ്തെന്നുള്ള അത് ഫൈനൽ അറ്റാച്ച്മെൻ്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ട ആപ്ലിക്കേഷൻ ടോട്ടൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 30+30 60 ഡേയ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് ഒരു എക്സ് ഓർ വൈ കമ്പനിക്ക് ഇപ്പോൾ കേരളത്തിലല്ലാതെ വേറെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സോ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ സംസ്ഥാനത്തിലെ കോമ്പിറ്റൻ്റ് അതോറിറ്റി, ഇപ്പം ഇന്ത്യയിൽ ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിലാണ്, മനസ്സിലായി, അല്ല കേരള സംസ്ഥാന സർക്കാരിന് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ് ഓർ വൈ കമ്പനിക്ക് വേറെ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റിലെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഈ നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ വീഡിയോയിലും എല്ലാം പറഞ്ഞ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് വിതിൻ 30 ഡേയ്സ് ഇപ്പോൾ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വിതിൻ 30 ഡേയ്സ് ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റി മാത്രം കോമ്പിറ്റൻ്റ് അതോറിറ്റി ആ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 30 ഡേയ്സിനുള്ളിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഒരു വാലിഡ് റീസൺ കാണിച്ചാൽ ഡെസിഗ്നേറ്റഡ് കോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വീണ്ടും ഒരു 30 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 30+30 60 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കോമ്പിറ്റൻ്റ് അതോറിറ്റി ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പം നമ്മൾ പ്രൊവിഷണലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി ഇതൊരു ഫൈനൽ അറ്റാച്ച്മെൻ്റ് ആക്കി തരണം, അതിനാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരല്ലോ. അപ്പോൾ എന്താണ് ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഡെസിഗ്നേറ്റഡ് കോർട്ട് ഈ ചാപ്റ്റർ 5 തന്നെ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് എന്നാണ് ഈ ചാപ്റ്റർ 5ൻ്റെ പേര്. ഈ ചാപ്റ്റർ 5 തന്നെ സെക്ഷൻ 15 ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചാപ്റ്റർ 5ലെ സെക്ഷൻ 14 ആയിരുന്നു. അപ്പം സെക്ഷൻ 15 ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വൺസ് ഈ ആപ്ലിക്കേഷൻ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് കിട്ടിയെന്ന് വിചാരിക്കുക, ആരുടെ? ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് ചെയ്യുന്നത് അറിയാമോ? ഡെസിഗ്നേറ്റഡ് കോർട്ട് ഷോ കോസ് നോട്ടീസ്. The designated court will issue a notice to the deposit taker എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഒരു ഷോ കോസ് നോട്ടീസ് ഈ ബഡ്സ് ആക്ട് ആരോപിക്കപ്പെട്ട കമ്പനിക്ക് അയക്കും. അപ്പോൾ വൺസ് ആ നോട്ടീസ് ആ പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ്, അപ്പോൾ അവർക്കും ഒരു സമയം, കാരണം നമുക്ക് രണ്ട് ഭാഗവും കേൾക്കണം. അപ്പോൾ വൺസ് കോർട്ടിൻ്റെ ആ ഡെസിഗ്നേറ്റഡ് കോർട്ടിൻ്റെ
നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കൈപ്പറ്റി കഴിഞ്ഞാൽ വിത്തിൻ 30 days 30 ദിവസത്തിനകം കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഉള്ള ഡിസിഷൻ മേക്കേഴ്സ് അവർക്കായിരിക്കും നോട്ടീസ് അയക്കുന്നത്. അവർ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അത് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗം എന്തെങ്കിലും ബാധിക്കാനുണ്ടെങ്കിൽ ദേ ഹാവ് ദ കംപ്ലീറ്റ് റൈറ്റ് ടു അപ്പോയിൻറ്റ് ആൻ അഡ്വക്കേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദം. അവർക്കൊരു അഡ്വക്കേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഈ നടപടിക്കെതിരെ വേണമെങ്കിൽ അവർക്ക് ഫർദർ പ്രൊസീജിയറുമായി മുന്നോട്ട് പോകാം. ഇതാണ് സ്റ്റെപ്സ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രം കവർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഏറെക്കുറെ ഇത് ക്ലാരിഫൈഡ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ വൺസ് ഈ ആപ്ലിക്കേഷൻ കിട്ടി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺസ് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കണം. അറ്റാച്ച്മെൻറ്റ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനകം തന്നെ കൊടുക്കണം. സപ്പോസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു 30 ദിവസമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവർക്കുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ 60 ദിവസം. 60 ദിവസം കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നെങ്കിൽ അത് ഇൻവാലിഡ് ആണ് ആസ് പെർ ബഡ്സ് ആക്ട് 2019. ഓക്കെ. അപ്പോൾ അവരിപ്പോൾ ഈ 60 ദിവസത്തിനകമാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുക്കുന്നെങ്കിൽ കോടതി പിന്നെ എന്താ ചെയ്യുക? കോടതി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് നിങ്ങൾ ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി ഇങ്ങനെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രോപ്പർട്ടീസും അതുപോലെ ബാങ്ക് അക്കൗണ്ട്സും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? അപ്പം ആ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം വിത്തിൻ എ പീരീഡ് ഓഫ് 30 days നിങ്ങൾ അത് എതിർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് എന്താണ് എതിർക്കാനുള്ള സോളിഡ് റീസൺ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വക്കേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിനെ വെച്ച് വാദിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ സോഫാർ ഇതുവരെ ഇവിടെ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് മാത്രമാണ് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കിയുള്ള തുടർ നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കേട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിലേക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇവിടെ രേഖപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം നിങ്ങൾ തരുന്ന എനർജിയാണ് വീഡിയോസ് ചെയ്യാനുള്ള ഊർജ്ജം. അപ്പം ഒരിക്കൽ കൂടി ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.